ഹലോ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും സൈലം ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശിഷ് ജോസംബാട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റിന്റെ പെർസ്പെക്റ്റീവ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വിച്ച് ഈസ് നൺ അതർ ദാൻ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഏതാണ്ട് എത്ര ചോദ്യങ്ങൾ വരുമെന്ന് അറിയോ? 5 to 6 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് ബയോമോളിക്യൂൾസ്. നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. എന്താ ചോദ്യം എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്: എർത്തിന്റെ ക്രസ്റ്റ് നമ്മൾ നോക്കുക. എർത്തിന്റെ ക്രസ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. കല്ലും മണ്ണും എല്ലാം ഉള്ള എർത്തിന്റെ ക്രസ്റ്റ്. ഈ എർത്തിന്റെ ക്രസ്റ്റിലുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ, എർത്തിന്റെ ക്രസ്റ്റിൽ പല രീതിയിലുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ. ഈ എലമെന്റ്സും അതേപോലെ തന്നെ ഒരു ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ മനുഷ്യന്റെ ടിഷ്യൂവിലുള്ള എലമെന്റ്സും സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എലമെന്റ്സ് സെയിം ആണോ അതോ ഡിഫറെന്റ് ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എലമെന്റ്സിനെ പരിശോധിക്കുന്നു. എലമെന്റ്സിനെ പരിശോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എലമെന്റൽ അനാലിസിസ് ചെയ്യുന്നു. എലമെന്റൽ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, എർത്തിന്റെ ക്രസ്റ്റിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. എർത്തിന്റെ ക്രസ്റ്റിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട്. എർത്തിന്റെ ക്രസ്റ്റിൽ സിലിക്കൺ ഉണ്ട്. എർത്തിന്റെ ക്രസ്റ്റിൽ മഗ്നീഷ്യം ഉണ്ട്. എർത്തിന്റെ ക്രസ്റ്റിൽ കാൽസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, സൾഫർ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇതെല്ലാം എവിടെയുണ്ട്? നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയി. എർത്തിന്റെ ക്രസ്റ്റിലുള്ള എല്ലാ എലിമെന്റ്സും എവിടെയുണ്ട്? മനുഷ്യന്റെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ ഒരു ലിവിങ് ടിഷ്യൂവിലും ഉണ്ട്. പിന്നെ എന്താ ഡിഫറൻസ്? അതിന്റെ പ്രപ്പോർഷനിലാണ് വ്യത്യാസം. എത്ര അളവിലുണ്ട് എന്നുള്ളതിലാണ് വ്യത്യാസം. ഉദാഹരണത്തിന് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് എർത്തിന്റെ ക്രസ്റ്റിൽ കേവലം 0.14 ഉള്ളപ്പോൾ നമ്മുടെ ബോഡിയിൽ എത്രയായി? 9.5% ആയി. അപ്പം വ്യത്യാസമുണ്ട്, അളവിൽ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഒരു ടേബിളിനെ വളരെ വളരെ സയന്റിഫിക്കലി നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാവും. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഇത്രയും എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും എലമെന്റ്സ് എർത്തിന്റെ ക്രസ്റ്റിലുള്ളതിനേക്കാളും കൂടുതൽ അളവിൽ എവിടെയുണ്ട്? ഹ്യൂമൻ ബോഡിയിലുണ്ട്. ഇത്ര എലമെന്റ്സ് എർത്തിന്റെ ക്രസ്റ്റിലുള്ളതിനേക്കാളും കൂടിയ അളവിൽ ഹ്യൂമൻ ബോഡിയിലുണ്ട്. അപ്പൊ ബാക്കി എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ബാക്കി എലമെന്റ്സ് എക്സാമ്പിൾ സോഡിയം എർത്തിന്റെ ക്രസ്റ്റിൽ 2.8 ഉണ്ട്, പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ എത്രയേ ഉള്ളൂ? 0.2 ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ ക്രസ്റ്റിലാണ് കൂടുതൽ, എവിടെയുള്ളതിനേക്കാളും? ഹ്യൂമൻ ബോഡി. ഇപ്പൊ എർത്തിന്റെ ക്രസ്റ്റില് സിലിക്കൺ രണ്ടാമത് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ എലമെന്റ് ഉള്ളത് അവരാണ്, പക്ഷെ അത് ഹ്യൂമൻ ബോഡിയിൽ വളരെ വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്, ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ഈ എലമെന്റ്സ് ആദ്യത്തെ 5 പേര് പഠിച്ചാൽ പോരെ? ഈ 5 എലമെന്റ്സ് എർത്തിന്റെ ക്രസ്റ്റിലുള്ളതിനേക്കാളും കൂടുതൽ ഹ്യൂമൻ ബോഡിയിലുണ്ട്. സോ അളവിലാണ് വ്യത്യാസം. സോ വി ക്യാൻ സേ ദാറ്റ് എലമെന്റ്സ് ഒക്കെ സെയിം ആണ്. സോ ഇറ്റ് സെയിം ബട്ട് ഡിഫറെന്റ്. എന്തിലാ സെയിം? ഏതൊക്കെ എലമെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സെയിം. എന്തിലാ ഡിഫറൻസ്? പ്രപ്പോർഷൻ അല്ലെങ്കിൽ അളവിലാണ് വ്യത്യാസം. സോ ഹ്യൂമൻ ബോഡിയിലുള്ള എലമെന്റ്സ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നു. ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, കൂടുതൽ. ബാക്കിയുള്ളത് കുറവാണ്. ഇനി നമ്മൾ എലമെന്റ്സിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്ന എന്തിനെ പറ്റിയാണ്? ഓർഗാനിക് മോളിക്യൂൾസിനെ പറ്റിയാണ്. ഓർഗാനിക് മോളിക്യൂൾസിനെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് ആസിഡ് ടെസ്റ്റ്. അപ്പോൾ ഒരു ആസിഡ് വേണ്ടേ? ഏതാ ആസിഡ്? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഏത് ആസിഡാണ്? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഈ ട്രൈക്ലോറോ അസറ്റിക് ആസിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലിവിങ് ടിഷ്യൂവിനെയാണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ചിക്കന്റെ ലിവർ അല്ലെങ്കിൽ എനി ലിവിങ് ടിഷ്യൂവിനെ നമ്മൾ ഈ ആസിഡ് എടുത്തിട്ട് മോട്ടർ ആൻഡ് പെസൽ, നമ്മളിങ്ങനെ അരക്കാൻ ഉപയോഗിക്കുന്ന സാധനം, ഇത് നമ്മുടെ അടുക്കളയിലൊക്കെ ചിലപ്പോൾ കാണും, ലാബിലും യൂസ് ചെയ്യാറുണ്ട്, ഇപ്പൊ ആയുർവേദ മരുന്നുകളിലൊക്കെ പരസ്യത്തിൽ കാണിക്കാറുണ്ട് ഇങ്ങനൊരു സാധനം. ഇനി ഈ മോട്ടർ ആൻഡ് പെസലിന്റെ ഉള്ളിലേക്ക് നമ്മൾ ലിവിങ് ടിഷ്യൂ ഇടുന്നു, അതുപോലെ തന്നെ ആസിഡും ഇടുന്നു. ആസിഡ് ഏതാണ്? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഇടുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരയ്ക്കുന്നു. നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേന് ചമ്മന്തി പോലെ സാധനം വരും. ചമ്മന്തി എന്നല്ല അതിനെ വിളിക്കുന്ന പേരാണ് സ്ലറി. വിൽ ഗെറ്റ് എ സ്ലറി. ഒരു പേസ്റ്റ് പോലത്തെ സ്ലറി കിട്ടുന്നു. ഈ സ്ലറിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പോവാം. ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പോവാം. നമ്മൾ ഏതൊരു വസ്തുവിനെ ഫിൽട്ടർ ചെയ്താലും 2 ഫ്രാക്ഷനിൽ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നമ്മളൊരു ചായ ഫിൽട്ടർ ചെയ്യാന്ന് വിചാരിച്ചോ. ചായ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ചായ താഴെ ഫിൽട്ടർ ആയിട്ട് താഴെ വരും. അതിന് മുകളിൽ അതിന്റെ ചായപ്പൊടി അല്ലെങ്കിൽ ലീവ്സ് എല്ലാം കൂടി മുകളിൽ കിട്ടും, ഫിൽട്ടർ ചെയ്യാതെ കിട്ടും. ഫിൽട്ടർ ചെയ്ത് താഴെ വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിൽട്രേറ്റ്. ഫിൽട്ടർ ചെയ്ത് മുകളിൽ ഇരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിറ്റനേറ്റ്. ഇനി നമ്മൾ കുറച്ച് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഈ ഫിൽട്ടർ ചെയ്ത് താഴെ വന്ന സാധനം എന്തുകൊണ്ടാണ് താഴെ വന്നത്? ചെറുതായോണ്ടല്ലേ. സോ അതുകൊണ്ട് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെറിയ മോളിക്യൂൾ എന്നുള്ള അർത്ഥത്തിൽ മൈക്രോ മോളിക്യൂൾ. ചെറിയ മോളിക്യൂൾ എന്ന അർത്ഥത്തിൽ മൈക്രോ മോളിക്യൂൾ. ചെറുതെന്ന് പറഞ്ഞാൽ എത്ര ചെറുത്? നമ്മള് മോളിക്കുലാർ വെയിറ്റ് ഇവിടെ പറയുന്നത് ഡാൾട്ടനിലാണ്. സോ എത്ര ഡാൾട്ടനിലും ചെറുത്? 800 ഡാൾട്ടനിലും ചെറുത് 18 ഡാൾട്ടനേക്കാളും വലുത്. 18 to 800 ഡാൾട്ടൻ, 18 to 800 ഡാൾട്ടൻ, ആ റേഞ്ചിലാണ് നമുക്കിവിടെ മൈക്രോ മോളിക്യൂൾസിനെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അവരുടെ പ്രത്യേകത എന്തായിരിക്കും? അവർ ആസിഡിൽ സോലുബിൾ ആയിരിക്കും. ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ എന്തായിരിക്കും? സോലുബിൾ ആയിരിക്കും. ഇനി റീറ്റനേറ്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് ലോജിക്കലി റീറ്റനേറ്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റീറ്റനേറ്റ് എന്ന് പറയുന്നത് വലിയ മോളിക്യൂൾ ആയിരിക്കുമല്ലോ. എത്ര വലുതായവരെ മാക്രോ എന്ന് വിളിച്ചു. ലാർജ് എന്നുള്ള അർത്ഥത്തിൽ മാക്രോ എന്ന് വിളിച്ചു. അവര് 10,000 ഡാൾട്ടനേക്കാളും വലുതായിരിക്കും ഈ മാക്രോ മോളിക്യൂൾസ്. രണ്ടാമത്തെ കാര്യം, അവർ എന്തിൽ സോലുബിൾ ആയിട്ടില്ല? ആസിഡിൽ സോലുബിൾ ആയിട്ടില്ല. സോ ദേ ആർ കോൾഡ് ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ലിവിംഗ് ടിഷ്യൂനെ നമ്മൾ എടുത്തു. നമ്മൾ എന്തിനു വേണ്ടി ലിവിംഗ് ടിഷ്യൂനെ എടുത്തേ? ഓർഗാനിക് മോളിക്യൂൾ. നമ്മുടെ ടെസ്റ്റിന്റെ പേര് എന്താണ്? ആസിഡ് ടെസ്റ്റ്. അപ്പൊ ആസിഡ് ഏതാണ്? ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ്, Cl3CCOH, ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിനെ ലിവിംഗ് ടിഷ്യൂനെ നമ്മൾ മോട്ടർ ആൻഡ് പെസിൽ വെച്ച് നന്നായിട്ട് അരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ലറി കിട്ടി. ആ സ്ലറീനെ നമ്മൾ എന്ത് ചെയ്തു? ആ സ്ലറീനെ നമ്മൾ എടുത്തിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പോകണം. വി ആർ പ്ലാനിങ് ടു ഫിൽട്ടർ ഇറ്റ്. നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തപ്പോൾ താഴെ ഒരു സാധനം ഫിൽട്ടറേറ്റ് ആയിട്ട് വന്നു. ചെറിയ മോളിക്യൂൾസ്. ആസിഡ് സോൾബിൾ ഫ്രാക്ഷൻ എത്ര ചെറുത്? 18 to 800 ഡാൾട്ടന്റെ റേഞ്ചിൽ ചെറുത്. കുറെ സാധനം ഫിൽട്ടർ ചെയ്ത് വന്നില്ല. അതിനെ വിളിച്ച പേരെന്താ? റീറ്റനേറ്റ്. അവർ വലിയ മോളിക്യൂളാണ്. അവർ ആസിഡ് സോൾബിൾ അല്ല, ഇൻസോൾബിൾ ആണ്. അവരുടെ സൈസ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 10,000 ഡാൾട്ടൻ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനിയും ഈ താഴെ വന്ന മോളിക്യൂൾസിൽ ആയിരക്കണക്കിന് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ മൊത്തം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. മോളിലാണെങ്കിൽ 4 തരത്തിലുള്ള മോളിക്യൂൾസേ ഉള്ളൂ. അപ്പൊ ഏതാ പഠിക്കാൻ എളുപ്പം? റീറ്റനേറ്റിലുള്ള മോളിക്യൂൾസിന്റെ പേരെല്ലാം പഠിച്ചാൽ ബാക്കിയെല്ലാം ഫിൽട്രേറ്റിലാണെന്ന് പറഞ്ഞാൽ പോരെ. റീറ്റനേറ്റിൽ ഏതൊക്കെ മോളിക്യൂൾസ് വരുന്നത്? റീറ്റനേറ്റിൽ പ്രോട്ടീൻസ് ഉണ്ട്, പോളിസാക്കറൈഡ്സ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്, പോളിസാക്കറൈഡ്സ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഈ മൂന്നാൾക്കാരും എങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ്? മാക്രോ മോളിക്യൂൾസ് ആണ്. ആൻഡ് ഓൾസോ അവർ ആസിഡിൽ ഇൻസോലിബിളുമാണ്. പക്ഷെ ഒരാൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയേക്കുന്നത് ലിപ്പിഡ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ലിപ്പിഡ് ശരിക്കും ഒരു ചെറിയ മോളിക്യൂളാണ്. ഒരു സിംഗിൾ ലിപ്പിഡ് മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് 800 ഡാൾട്ടനിലും കുറവാണ്. പക്ഷെ ലിപ്പിഡ് എന്ത് ചെയ്യും? ലിപ്പിഡ് എന്ന് പറയുന്നത് ആസിഡ് ഇൻസോലിബിൾ ആയിട്ടുള്ള വെസിക്കിൾസിനെ ഉണ്ടാക്കും. ഈ വെസിക്കിൾസ് ആസിഡിൽ ലയിക്കൂല. അതുകൊണ്ട് അവരെവിടെ കിട്ടും? റീറ്റനേറ്റ് കിട്ടും. ശരിക്കും അവർ മാക്രോമോളിക്യൂൾ ആണോ? അല്ല. അത് ഇൻസൈഡിലുള്ള സെന്റൻസ് തന്നെയുണ്ട്. ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾ. ഒരുപാട് എക്സാംസിന്, ഒരുപാട് നീറ്റ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സെന്റൻസ് ആണ്. ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾ. പക്ഷെ കാണുന്ന ആരുടെയാണ്? മാക്രോമോളിക്യൂൾസിന്റെ കൂടെയാണ്. ഇങ്ങനെ നമ്മൾ ഓർഗാനിക് മോളിക്യൂൾസിനെ പറ്റി പഠിച്ചു. ഇനി പഠിക്കേണ്ട ഏതാണ്? ഇൻഓർഗാനിക് മോളിക്യൂൾസ്. ഇൻഓർഗാനിക് മോളിക്യൂൾസിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ഏത് ടെസ്റ്റ് എന്ന് പറയുന്നത്? ആഷ് ടെസ്റ്റ്. കത്തിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ലാബിൽ വെച്ചിട്ട് ഈ ലിവിംഗ് ടിഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ലിവിംഗ് ടിഷ്യൂവിനെ നമ്മൾ ആദ്യം ഡ്രൈ ചെയ്യും, എന്നിട്ട് അതിനെ ബേൺ ചെയ്യും, കത്തിക്കുന്ന സമയത്ത് അവിടെയുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഇല്ലേ? ഓർഗാനിക് മോളിക്യൂൾസിന് എന്ത് പറ്റും? ഓർഗാനിക് മോളിക്യൂൾസ് എല്ലാം എന്തായിട്ട് പോവും? കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറും ആയിട്ട് പോകും. ഇൻഓർഗാനിക് മോളിക്യൂൾസിന് എന്ത് പറ്റും? ഇൻഓർഗാനിക് മോളിക്യൂൾസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ആഷ് അല്ലെങ്കിൽ ചാരമായിട്ട് മാറിയിട്ടുണ്ട്. ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആഷ് അല്ലെങ്കിൽ ചാരമായിട്ട് മാറിയിട്ടുണ്ട്. ആ ചാരത്തിൽ കാണുന്ന 2 ഇൻഓർഗാനിക് മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് കാൽസ്യവും മഗ്നീഷ്യവും. ഇനി അപ്പം നമുക്ക് പറയാം, ഈ ഇത്രയും ടെസ്റ്റിൽ നിന്ന് എലമെന്റൽ അനാലിസിസ് നമ്മൾ പഠിച്ചു, ആസിഡ് ടെസ്റ്റ് പഠിച്ചു, ആഷ് ടെസ്റ്റ് പഠിച്ചു. ഇതിൽ നിന്ന് നമുക്ക് ലളിതമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്താണ്? ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂൾസ് ആണ്. അതെവിടെ കിട്ടും? ലിവിംഗ് സിസ്റ്റത്തിൽ കിട്ടും. അതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോ കെമിക്കലാണ്. മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ഒരു ബയോ കെമിക്കലാണ്. അതിനെ നമ്മൾ 2 ആയിട്ട് തരംതിരിക്കുന്നത്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു ഐഡന്റിഫയബിൾ ഫംഗ്ഷൻ ഉണ്ട്.
ഉദാഹരണത്തിന് അമിനോ ആസിഡ്സ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഷുഗേഴ്സ് ഇതിനെല്ലാം നോൺ ഐഡന്റിഫയബിൾ ഫങ്ഷൻ ഉണ്ട്. ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പ്രത്യേകത അങ്ങനെയുള്ള നോൺ ഫങ്ഷൻസ് അറിയില്ല. സോ നോൺ എസെൻഷ്യൽ ഫങ്ഷൻ ഇൻ ഹോസ്റ്റ്. ആ ജീവിയിൽ അത്ര എസെൻഷ്യൽ ആയിട്ടുള്ള അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അറിയത്തില്ല. ഇതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ഫംഗ്ഷൻ ഉണ്ട്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഫംഗ്ഷൻസ് ഇല്ല. പക്ഷെ അത് മനുഷ്യർക്കോ എക്കോളജിക്കോ എന്താവാം, യൂസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ ജീവിക്ക് അതുകൊണ്ട് ഒരു നോൺ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല. നമുക്ക് ഹ്യൂമൻ വെൽഫെയറിനോ അല്ലെങ്കിൽ എക്കോളജിക്കോ പരിസ്ഥിതിക്കോ നല്ലതായി മാറാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മാർക്കിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ അല്ല എൻറ്റയർ NCERTയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളിൽ ഒന്നാണ് ഈ ടേബിൾ. ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഈ ടേബിളിൽ നിന്ന്, ഈ കുഞ്ഞു ടേബിളിൽ നിന്ന് ഒരു ചോദ്യം ഗ്യാരണ്ടീഡ് ആണ്. ആൻഡ് ചില വർഷങ്ങളിൽ ഒന്നിലധികം ചോദ്യം വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ടേബിൾ. ഓക്കെ, അപ്പൊ ഈ ടേബിൾ പഠിക്കുകയാണേ. ടേബിൾ പഠിക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ, പക്ഷേ പഠിക്കണം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പിഗ്മെന്റ്സിനെ പറ്റിയാണ്. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിറങ്ങൾ. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിറങ്ങൾക്ക് എക്സാമ്പിൾ ആണ് കാരറ്റനോയിഡ്സും ആന്തോസയൻസും. പ്ലാന്റ്സിലുണ്ട്, ഫഞ്ചയിലുണ്ട്, അതേപോലെ മൈക്രോബ്സിലുണ്ട്. ഇതുപോലെയുള്ള കോമ്പണൻസിലാണ് എന്ത് വരുന്നത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് വരുന്നത്. സോ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ സീൻ ഇൻ പ്ലാന്റ്സ്, ഫഞ്ചൈ ആൻഡ് മൈക്രോബ്സ്. അതായത് ഈ നിറമെല്ലാം പ്ലാന്റ്സ്, ഫഞ്ചൈ, മൈക്രോബ്സിൽ വരുമെന്നല്ല. സെക്കൻഡറി മെറ്റബോളൈറ്റ് മൊത്തത്തിൽ പ്ലാന്റ്സ്, ഫഞ്ചൈ ആൻഡ് മൈക്രോബ്സ് ആണ്. പൊതുവെ എവിടെ പറയത്തില്ല, ആനിമൽസിൽ നമ്മൾ പറയത്തില്ല. പൊതുവെ നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആനിമൽസിൽ പറയത്തില്ല. ആരാ പറയാതിരിക്കുന്നത്? NCERT. ഓക്കെ, ഇനി നമ്മൾ പിഗ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിറമാണ്. നിറത്തിന് എക്സാമ്പിൾ ആണ് കാരറ്റനോയിഡ്സും ആന്തോസയൻസും. ആൽക്കലോയിഡ്സിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് മോർഫീനും കോഡീനും. ഈ മോർഫീൻ എന്നുള്ള പേര് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ടല്ലോ. പ്ലസ് ടുവിൽ ഏത് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്? ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചെടിയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത്. ഡ്രഗ് അബ്യൂസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഏത് ചെടി? ഒപ്പിയം പ്ലാന്റ് അല്ലെങ്കിൽ പോപ്പി പ്ലാന്റിൽ നിന്നാണ് മോർഫീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. സർജറിക്കൊക്കെ ശേഷം പെയിൻ കില്ലേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ സെഡേറ്റീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് കെമിക്കലി അവരെന്താണ്? ആൽക്കലോയിഡ്സ് ആണ്. അതേപോലെ തന്നെ ഒരാളാണ് കോഡൈൻ എന്ന് പറയുന്നത്. സോ രണ്ട് ആൽക്കലോയിഡ്സ്, മോർഫീൻ ആൻഡ് കോഡൈൻ. ദെൻ ടെർപ്പനോയിഡ്സ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ടെർപ്പനോയിഡ്സിന്റെ എക്സാമ്പിൾ മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ. പേര് തന്നെയുണ്ട്, ടെർപ്പിൻ. ടെർപ്പനോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ് മോണോടെർപ്പിനും ഡൈടെർപ്പിനും. എസെൻഷ്യൽ ഓയിൽ എക്സാമ്പിൾ ആണ് ലെമൺ ഗ്രാസ് ഓയിൽ. പുൽത്തൈലങ്ങൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ടോക്സിൻസ് എന്ന് പറയുന്നത് എന്താണ്? വിഷം. വിഷത്തിന് എക്സാമ്പിൾ ആണ് ആബ്രിനും റൈസിനും. കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു. സോ ടോക്സിൻ, ആബ്രിൻ, റൈസിൻ. ഇന്ന് എൻഡി ഒന്ന് വിചാരിച്ചാൽ മതി. ലെക്റ്റിൻ എക്സാമ്പിൾ ആണ് കോൺഗിലാവാലിൻ എ എന്ന് പറയുന്നത്. ദെൻ ഡ്രഗ്സ് ഉണ്ട്. ഡ്രഗ്സിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് വിൻബ്ലാസ്റ്റിനും കുർക്കുമീനും. പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് റബ്ബർ, ഗമ്മ്, സെല്ലുലോസ്. ഇവിടെ ഡ്രഗ് എന്ന് വയ്ക്കുന്ന മരുന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. വിൻബ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് കീമോതെറാപ്പിക്കുള്ള മരുന്നാണ്. എന്തിനാ കീമോതെറാപ്പി യൂസ് ചെയ്യുന്നത്? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്. ഓക്കെ, സോ ഈ ഒരു ടേബിൾ അടിപൊളിയായിട്ട് പഠിക്കണം. ഈ ഒരു ടേബിൾ നിങ്ങൾ ഇവിടെ പോസ് ചെയ്ത് പഠിച്ചിട്ട് മാത്രം ഈ വീഡിയോ മുന്നോട്ട് പോയാൽ മതി. മനസ്സിലായോ? ഈ ടേബിള് ക്ലിയർ ആയി പഠിച്ചിട്ട് മാത്രം വീഡിയോയിൽ മുന്നോട്ട് പോയാൽ മതി. നിറങ്ങൾ, പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? കാരറ്റനോയിഡ്സ്, ആന്തോസയൻസ്. ആൽക്കലോയിഡ്സ് മോർഫീൻ ആൻഡ് കോഡീൻ. ടെർപ്പനോയിഡ് പേര് തന്നെയുണ്ട്. ഡൈടെർപ്പിൻ, മോണോടെർപ്പിൻ. എസെൻഷ്യൽ ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ, പുൽത്തൈലം. ടോക്സിൻ, ആബ്രിൻ ആൻഡ് റൈസിൻ. കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു. ലെക്റ്റിൻ എക്സാമ്പിൾ ആണ് കോൺഗിലാവാലിൻ എ. ഡ്രഗ്, മരുന്നുകൾ എന്നുള്ള അർത്ഥത്തിലാണ് വിൻബ്ലാസ്റ്റിനും കുർക്കുമീനും. പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് റബ്ബർ, ഗമ്മ്, സെല്ലുലോസ്. ഓക്കെ, അടുത്തായിട്ട് പ്രോട്ടീൻസിന് ഉണ്ടാക്കുന്നത് എന്ത് ചേർന്നാണ്? അമിനോ ആസിഡ്സ് ചേർന്നാണ്. അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ വരയ്ക്കാൻ വേണ്ടി പോവാം. ആദ്യം
ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണെയാണ് ഞാൻ വരച്ചത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ ഹൈഡ്രോ കാർബൺ ഏതാണ്? ദിസ് ഇസ് എ മീഥെയിൻ, ദിസ് ഇസ് എ മീഥെയിൻ, ദിസ് ഇസ് എ മീഥെയിൻ. ഈ മീഥെയിനിന്റെ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പിനെ ഞാൻ മാറ്റി അവിടെ ഞാൻ COH ആഡ് ചെയ്തു. COH കാർബോക്സിൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്തു. കാർബോക്സിൽ ഗ്രൂപ്പ് ഇസ് ആൻ ആസിഡിക് ഗ്രൂപ്പ്. ഇറ്റ്സ് ആൻ ആസിഡിക് ഗ്രൂപ്പാണ്. ദെൻ ഞാൻ ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു NS2 ആഡ് ചെയ്തു. NS2 ഇസ് ആൻ അമിനോ ഗ്രൂപ്പ്. ഈ ഹൈഡ്രജൻ മാറ്റിയിട്ട് നമ്മൾ R ഗ്രൂപ്പ് ആഡ് ചെയ്യും. R സ്റ്റാൻഡ്സ് ഫോർ വേരിയബിൾ ഗ്രൂപ്പ്. അതിന് ഈ ഹൈഡ്രജൻ അവിടെ തന്നെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ മീഥെയിനിൽ കുറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി. ഇപ്പൊ ഇവിടെ എന്തൊക്കെയല്ലേ? ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ പേരെന്താ? ഈ മോഡിഫൈ ചെയ്തെടുത്ത സാധനത്തിന്റെ പേരെന്താ? അമിനോ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്. അമിനോ ആസിഡ്. നമ്മൾ എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ എടുത്തേ? മീഥെയിൻ. സോ ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻ. ഇനിയും ഇവിടെ ബോണ്ട് വരുന്നുണ്ട്. 2 അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്യുന്ന ബോണ്ട് ഉണ്ട്. 2 അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്യുന്ന ബോണ്ട് പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. സോ പ്രോട്ടീനിൽ ഒരു അമിനോ ആസിഡ് ഇടയിലല്ല ഏത് ബോണ്ട് ഉണ്ട്? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ട്. ഇനി പ്രോട്ടീൻസ് ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ചേർന്നുണ്ടാവുന്നത്, ഡിഫറെന്റ് മോണോമേഴ്സ് ചേർന്നുണ്ട്. അതാണ് ഹെറ്റിറോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്. സെയിം ആയിരുന്നെങ്കിൽ എന്ത് പറയും? ഹോമോ. ഇവിടെയാണെങ്കിൽ ഡിഫറെന്റ് മോണോമേഴ്സ് ഉണ്ട്. എത്ര ഡിഫറെന്റ് മോണോമേഴ്സ് ഉണ്ട്? 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്. R ഗ്രൂപ്പ് മാറുന്നതനുസരിച്ച് അമിനോ ആസിഡ് ഇങ്ങനെ മാറി വരും. സോ 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ചേർന്നുകൊണ്ടാണ് ഹെറ്റിറോ പോളിമർ ആയിട്ടുള്ള പ്രോട്ടീൻസിന് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഉണ്ട്. ഇനി ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാ? ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഇസ് കൊളാജൻ. എവിടെ? ആനിമൽ വേൾഡിൽ. ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ എവിടെ? ആനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതലുള്ളത് കൊളാജൻ. അപ്പൊ എൻ്റെ ലിവിംഗ് വേൾഡിൽ ഏതാ ഉള്ളേ? റുബിസ്കോ. നമ്മൾ പ്ലാന്റ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത്, പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് റുബിസ്കോനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സോ ഏറ്റവും കൂടുതലുള്ളത് റുബിസ്കോ. എൻറ്റയർ ബയോസ്ഫിയർ, എൻറ്റയർ ലിവിംഗ് വേൾഡ്. ആനിമൽ വേൾഡിൽ മാത്രം പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൊളാജൻ. ഓക്കെ. ദെൻ പ്രോട്ടീൻസിന് 4 ലെവൽസ് ഉണ്ട്. 4 ലെവൽസിലാണ് പ്രോട്ടീൻ നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ് പ്രോട്ടീൻസിന് 4 ലെവൽസ് എന്ന് നമുക്ക് നോക്കാം. ദേ ആർ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് ഇങ്ങനെ 1, 2, 3, 4 എന്ന് നമുക്ക് പൊസിഷണൽ ഇൻഫോർമേഷൻസ് പറയാൻ പറ്റും. ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ. ലീനിയർ അറേഞ്ച്മെന്റ്, സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ്, ദേ ആർ പ്രൈമറി. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ആൽഫ ഹെലിക്സ് ഉണ്ട്, ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റ് ഉണ്ട്. ടെർഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 3 ഡയമെൻഷനിലാണ്. ഈ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലാണ് അവരെന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ആവുന്നത്. 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലാണ് അവരെന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ആവുന്നത്. ക്വാട്ടർണറി എന്ന് പറയുമ്പോഴത്തേന് അവിടെ 1-ലധികം സബ് യൂണിറ്റ് ഉണ്ട്. എക്സാമ്പിൾ ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റ് ഉണ്ട്, വിച്ച് ആർ ആൽഫ 1, ആൽഫ 2, ബീറ്റ 1 ആൻഡ് ബീറ്റ 2. ഇങ്ങനെ 4 ലെവൽസ് ഉണ്ട്. ഒറ്റയ്ക്ക് പൊസിഷണൽ ഇൻഫർമേഷൻ മാത്രം കിട്ടുന്ന സീക്വൻഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിന്റെ പേരെന്താ? പ്രൈമറി. ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റും ആൽഫ ഹെലിക്സും വരുന്ന ഏതിലാണ്? സെക്കൻഡറി. ആൻഡ് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആക്റ്റീവ് ആവുന്ന 3 എന്നാലോചിച്ചാൽ ടെർഷറി 3 ഡയമെൻഷണൽ ആക്റ്റീവ് ആവുന്ന ഏതാണ്? ടെർഷറി സ്ട്രക്ചർ. ആൻഡ് പൊസിഷണൽ ഇൻഫർമേഷൻ കിട്ടിയത് പ്രൈമറി. കുറെ സബ് യൂണിറ്റ് ചേർന്നുണ്ടാവുന്നത് ക്വാട്ടർണറി. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെയാണ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, അരിയിലേക്കുള്ള സ്റ്റാർച്ച്. സോ പ്ലാന്റ്സിൽ സ്റ്റാർച്ച്, ആനിമൽസിൽ ഗ്ലൈക്കജൻ. ഇവിടെ എന്താ ഉള്ളത്? ഇവരുടെ മോണോമേഴ്സ് എന്താണ്? ഗ്ലൂക്കോസ് എന്നിങ്ങനെ ആഡ് ചെയ്യും. അവിടെയുള്ള ഒരു ബോണ്ട് ഉണ്ട്. ബോണ്ട് പേരെന്താ? ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ട് കണക്ട് ചെയ്യും. ദെൻ കൈറ്റിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതെവിടെയൊക്കെ ഉണ്ട്? ആർത്രോപോഡ് എക്സോസ്കെൽറ്റനിലുണ്ട്. അതോടൊപ്പം തന്നെ എവിടെയും കൂടി ഉണ്ട്? ഫഞ്ചയുടെ സെൽ വോളിലുണ്ട്. സോ സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്ന എക്സാമ്പിൾ ആണ് കൈറ്റിനും സെല്ലുലോസും. സെല്ലുലോസ് എവിടെയുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എവിടെയുണ്ട്? പ്ലാന്റിന്റെ സെൽ വോളിലുണ്ട്. ഫഞ്ചയുടെ സെൽ വോൾ ആരല്ലേ? കൈറ്റിൻ. എക്സോസ്കെൽറ്റൻ ഓഫ് ആർത്രോപോഡ ഏതാണ്? കൈറ്റിൻ. ഇനി സ്റ്റോറേജിന് ആനിമൽസ് സഹായിക്കുന്ന ഏതാണ്? ഗ്ലൈക്കജൻ. ആൻഡ് പ്ലാന്റ്സിൽ പ്രധാനമായിട്ട് സഹായിക്കുന്ന ആരാണ്? സ്റ്റാർച്ച്. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്. എന്തൊക്കെ ന്യൂക്ലിയോടൈഡ്സിൽ എന്തൊക്കെ ഇല്ലേ നമുക്ക് നോക്കാം. ന്യൂക്ലിയോടൈഡിൽ ദർ ഇസ് എ ഹെട്രോസൈക്ലിക് ബേസ് എന്നാ പറയുന്നത്. ആ ഹെട്രോസൈക്ലിക് ബേസിന്റെ പേരാണ്
നൈട്രോജീനസ് ബേസ്. അതിന്റെ എക്സാമ്പിൾ നമ്മളിവിടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ നൈട്രോജീനസ് ബേസ് അതാണ് ഹെറ്ററോസൈക്ലിക് ബേസ് എന്ന് പറയുന്നത്. ഹെറ്ററോസൈക്ലിക് പല എലമെന്റ്സ് ഉള്ള റിംഗ് സൈക്ലിക് സ്ട്രക്ചേഴ്സ് ഉള്ളതാണ് ഹെറ്ററോസൈക്ലിക് എന്ന് വിളിക്കുന്നത്. നൈട്രോജനസ് ബേസിന്റെ കൂടെ ദർ ഇസ് എ ഷുഗർ, 5 കാർബണുള്ള ഒരു ഷുഗർ വരും. അത് DNA-യിലാണെങ്കിൽ ആ ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോസ്. RNA-യിലാണെങ്കിൽ ഷുഗറിന്റെ പേരാണ് റൈബോസ്. ദെൻ ദർ ഇസ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത്രയും ആൾക്കാരാണ് ഒരു ന്യൂക്ലിയോടൈഡിലുള്ളത്. ഇനിയും അവിടെ വരുന്ന നൈട്രോജീനസ് ബേസുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ DNA-യിലാണ് നോക്കുന്നതെങ്കിൽ അവിടെ തൈമിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്. ഇതിൽ അഡിനിനും ഗ്വാനിനും നിങ്ങൾ നോക്കിക്കേ, അവർക്ക് എത്ര റിംഗ് ഉണ്ട്? 2 റിംഗ് ഉണ്ട്. ദേ ആർ പ്യൂരിൻ ഡെറിവേറ്റീവ്സ്. ഇതേപോലെ തന്നെ നിങ്ങൾ തൈമിനെ സൈറ്റോസിനെ നോക്കുമ്പോൾ സിംഗിൾ റിംഗ് ആണ്. ദേ ആർ പിരമിഡിയൻ ഡെറിവേറ്റീവ്. ഇനിയും RNA-യിലേക്ക് വരുമ്പം സെയിം രീതിയിൽ തന്നെ പറയാം, പക്ഷെ വ്യത്യാസം എന്താ? ഇവിടെ തൈമിൻ ഉണ്ടെങ്കിൽ RNA പകരം ആരാണ്? യുറാസിൽ. RNA പകരം ഉള്ളത് യുറാസിൽ. ഗ്രേറ്റ്. ദെൻ എൻസൈംസ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. നമ്മൾ എൻസൈംസിനെ പറ്റിയാണ് നോക്കുന്നത്. എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ആൾക്കാരാ? റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്ന ആൾക്കാരാണ് എൻസൈംസ്. റിയാക്ഷന്റെ റേറ്റ് കൂട്ടും. എങ്ങനെയാ അവർ റേറ്റ് കൂട്ടുന്നത്? അവര് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആവുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അതിലെ എനർജി ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഈ എൻസൈം ഇല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് കഴിഞ്ഞ് പ്രൊഡക്റ്റിലേക്ക് മാറണമല്ലോ. അതായത് സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിയാലല്ലേ പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. സോ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള എനർജി ഡിഫറൻസ് അത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദ എനർജി ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് മൈനസ് എനർജി ഓഫ് സബ്സ്ട്രേറ്റ് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി അത് ഭയങ്കര കൂടുതലായിരിക്കും എൻസൈം ഇല്ലെങ്കിൽ. അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. എൻസൈം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? എൻസൈം വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ആ എനർജി ഡിഫറൻസ് ഇല്ലേ, അതിലെ ആക്ടിവേഷൻ എനർജി അത് കുറഞ്ഞു വരും. അപ്പൊ പെട്ടെന്ന് സബ്സ്ട്രേറ്റിന് ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്താം, പിന്നെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാനും പറ്റും. സോ ഈ ഒരു ഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്രാഫ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷൻ, ദാറ്റ് ഈസ് സബ്സ്ട്രേറ്റ്, ട്രാൻസിഷൻ സ്റ്റേറ്റ്, പ്രൊഡക്റ്റ്. രണ്ടാമതായിട്ട് വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഫൈൻ. സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എനർജി ഡിഫറൻസ് ആയ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. ആരില്ലെങ്കിൽ? എൻസൈം ഇല്ലെങ്കിൽ. അപ്പൊ റിയാക്ഷൻ എന്തായി മാറും? റിയാക്ഷൻ സ്ലോ ആവും. എന്നാൽ എൻസൈം വരുമ്പോൾ എന്ത് കുറയും? ആക്ടിവേഷൻ എനർജി കുറയും. അപ്പം റിയാക്ഷന്റെ എന്ത് കൂടും? റേറ്റ് കൂടും. ഇത്രയേ ഉള്ളൂ സംഭവം. റേറ്റ് കൂടും. ഫൈൻ. ഇനിയും ഈ എൻസൈമിന്റെ ഏത് സൈറ്റിലാണ് ഇയാൾ പോയി അറ്റാച്ച് ചെയ്യുന്നത്? ആ സൈറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. ഏത് സൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്നത്? ആക്റ്റീവ് സൈറ്റിലായിരിക്കും പോയി അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡും വെള്ളവും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന സാധനമാണ് കാർബോണിക് ആസിഡ്. ലെറ്റ്സ് സേ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും. ഈ വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്താൽ സോഡിയം ഉണ്ടാവും, നമുക്കറിയാലോ. സോഡിയനെ വിളിക്കുന്ന പേരാണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. സോ കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ വിത്തൗട്ട് എൻസൈം അവിടെ ഇല്ലേ? എൻസൈം ഇല്ലാത്ത സമയത്ത് അറൌണ്ട് 200 molecules ഓഫ് കാർബോണിക് ആസിഡ് ഇൻ ആൻ അവർ ആയിരിക്കും ഉണ്ടാവുന്നത്, വിച്ച് ഇസ് വെരി സ്ലോ. ഇനിയും അവിടെ എൻസൈം വന്നു. എൻസൈമിന്റെ പേരെന്താ? കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്. എൻസൈം വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നറിയോ? എൻസൈം വന്നു കഴിഞ്ഞാൽ റേറ്റ് സോ ഹൈ ദാറ്റ് 6 lakh molecules ഉണ്ടാവും. ഒരു മണിക്കൂറിൽ അല്ല, ഒരു സെക്കൻഡിൽ 6 lakh ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പറയുകയാണെ. ഈ ഒരു സെക്കൻഡ് 6 lakh molecule ആണെങ്കിൽ ഒരു മണിക്കൂറിൽ വിത്ത് എൻസൈം എത്ര മോളിക്യൂൾ ഉണ്ടാവും? ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സെക്കൻഡിനെ മിനിറ്റ് ആക്കുക, ഇൻറ്റു 60, മിനിറ്റിനെ അവർ ആക്കുക, ഇൻറ്റു അഗെയിൻ 60. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ കമന്റ് ചെയ്യണേ. പ്രോമിസ് ചെയ്യ്. എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? ഒരു സെക്കൻഡിൽ 6 lakh molecules വിത്ത് എൻസൈം ഉണ്ടാവുന്നുണ്ട്, കാർബോണിക് ആസിഡ്. അത് ഒരു മണിക്കൂറിൽ എത്രയാണെന്ന് എന്റെ ക്വസ്റ്റ്യൻ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 10 million ടൈംസ് ഓഫ് 200 എന്ന സംഖ്യയുടെ 10 million ടൈംസ്, 1 കോടി ഇരട്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ചെയ്തിട്ട് കമന്റ് ചെയ്യണം, മറക്കരുത്. ഓക്കെ. ദെൻ നമ്മൾ എൻസൈംസിനെ പല ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എത്ര ക്ലാസ് ഉണ്ടെന്നറിയോ? വി ഹാവ് 6 ക്ലാസ്.
6 ക്ലാസ്സുകളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ 6 ക്ലാസ്സിലുള്ള എൻസൈംസിനെ നമുക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ നമ്പറിലെ ആദ്യത്തെ ഡിജിറ്റ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എക്സാമ്പിൾ ആയിട്ട് ദാറ്റ് ഈസ് ദിയർ ക്ലാസ് നമ്പർ, ക്ലാസ്, സബ് ക്ലാസ്, ആ രീതിയിൽ പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേന്റെ പേരാണ് ഓക്സിഡോ റിഡക്റ്റേസുകൾ. എന്ത് റിയാക്ഷൻ ചെയ്യും? റിഡോക്സ് റിയാക്ഷൻ, അതായത് ഓക്സിഡേഷനും ചെയ്യും റിഡക്ഷനും ചെയ്യും, യൂഷ്വലി ബൈ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ. അതുകൊണ്ട് അതിനെ ഡീഹൈഡ്രജനേസ് എന്ന് വിളിക്കാറുണ്ട്. ഹൈഡ്രജനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് ഡീഹൈഡ്രജനേസ് എന്നൊരു പേരുകൂടി ഇയാൾക്കുണ്ട്. അടുത്തായിട്ട് ഹൈഡ്രജൻ ഒഴികെയുള്ള ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ഇയാൾ ഹൈഡ്രജനെ ട്രാൻസ്ഫർ ചെയ്യും, റിഡോക്സ് റിയാക്ഷൻസ് ചെയ്യും. ആ ഹൈഡ്രജൻ ഒഴികെയുള്ള ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുടെ പേരാണ് ട്രാൻസ്ഫറേസ്. ഹൈഡ്രജൻ ഒഴികെയുള്ള ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫറേസ്. ഇനി ഹൈഡ്രലൈസ് എന്ത് ചെയ്യും? പെപ്റ്റൈഡ് ബോണ്ട്, എസ്റ്റർ ബോണ്ട് ഒക്കെ ഹൈഡ്രോലൈസിസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടർ, വെള്ളത്തിനെ യൂസ് ചെയ്തിട്ട് മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് മോളിക്യൂൾസ്, വാട്ടറിന്റെ ഹെൽപ്പോടുകൂടി മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ഹൈഡ്രോലൈസിസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ഹൈഡ്രലൈസ്. അടുത്ത ആളുടെ പേരാണ് ലയേസ് എന്ന് പറയുന്നത്. ലയേസ് എന്ത് ചെയ്യും? ലയേസ് സ്പ്ലിറ്റ് ചെയ്യും, പക്ഷെ ഹൈഡ്രോലൈസിസ് ചെയ്യത്തില്ല. ലയേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലയേസ് എന്ത് ബോണ്ട് ഇട്ട് കൊടുക്കും? കാർബൺ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കും. നൗ വി ഹാവ് ഐസോമറേസ്. ഐസോമേഴ്സിനെ, ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആക്കും, അല്ലെങ്കിൽ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കും. രണ്ടൊരു ഐസോമേഴ്സ് അല്ലേ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ലിഗേസ് എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും, ഒട്ടിക്കും. ഐസോമറേസ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഐസോമേഴ്സിനെ ഇന്റർ കൺവേർട്ട് ചെയ്യും. ലയേസ് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. എന്ത് യൂസ് ചെയ്യാതെ? വെള്ളത്തിനെ യൂസ് ചെയ്യാതെ കട്ട് ചെയ്യും, വാട്ടറിനെ യൂസ് ചെയ്യാതെ കട്ട് ചെയ്യും. ദെൻ ഹൈഡ്രലേസ് വാട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്യും. ട്രാൻസ്ഫറേസ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യും. ആരൊഴികെ? ഹൈഡ്രജൻ ഒഴികെ. ഓക്സിഡോ റിഡക്റ്റേസുകൾ എന്ത് ചെയ്യും? റിഡോക്സ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ചെയ്യും, റിഡക്ഷൻ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ. സോ അയാളുടെ മറ്റൊരു പേരെന്താണ്? ഡീഹൈഡ്രജനേസ്. ആൻഡ് ഫൈനലി നമ്മളുടെ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് എങ്കിലും വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് 50%. ഒരു ക്വസ്റ്റ്യൻ വരാൻ 50% പ്രോബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം. സോ ഒരു എൻസൈം കംപ്ലീറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോളോ എൻസൈം. ഒരു എൻസൈം കംപ്ലീറ്റ് ആയിട്ടിരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോളോ എൻസൈം. ഹോളോ എൻസൈമിന്റെ അകത്തെ പ്രോട്ടീൻ ആയൊരു ഭാഗമുണ്ട്. പ്രോട്ടീൻ ആയിട്ടുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം. അപ്പോ എൻസൈം എന്ത് പാർട്ടാണ്? പ്രോട്ടീൻ പാർട്ട്. ദെൻ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഭാഗമാണ് നമ്മളൊരു വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കീ വേണമെന്നൊക്കെ പറയുന്നത്. കീ ആണ് നോൺ പ്രോട്ടീൻ പാർട്ട്. നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. സോ എ കംപ്ലീറ്റ് എൻസൈം ഇസ് കോൾഡ് ഹോളോ എൻസൈം. ഹോളോ എൻസൈമിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പോ എൻസൈം ഉണ്ട് എന്ന പ്രോട്ടീൻ പാർട്ട് ഉണ്ട്, അതേപോലെ കോഫാക്ടർ എന്ന നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. ഈ കോഫാക്ടർ എന്ന് പറഞ്ഞ നോൺ പ്രോട്ടീൻ പാർട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്യുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ വി കോൾ ദം പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അതിന് എക്സാമ്പിൾ ആണ് ഹീം. ഇൻ വിച്ച് എൻസൈം? കാറ്റലൈസിലുള്ള ഹീം. അതേപോലെ തന്നെ ഈ കോ എൻസൈം ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക്, കുറച്ചു നേരത്തേക്ക് ട്രാൻസിയന്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് കോ എൻസൈം. കോ എൻസൈമിന് പല ആൾക്കാരും വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് NADPയിലുള്ള നൈസിൻ. ദെൻ വി ഹാവ് മെറ്റൽ അയോൺസ്. മെറ്റൽ അയോൺസ് സിങ്ക് എന്നുള്ള മെറ്റൽ അയോൺ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഏത് എൻസൈം? കാർബോക്സി പെപ്റ്റിഡേസ്. സോ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനെ അതിന്റെ ടോട്ടാലിറ്റിയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു. ആൻഡ് ഓൾസോ ഞാൻ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അതിന്റെ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് ഇൻ ദ കമന്റ്സ്, ഞാൻ റിപ്ലൈ തന്നോളാം. സോ എല്ലാവർക്കും ബൈ.